1973-76 കാലഘട്ടത്തിലാണ് ഞാൻ ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നത്. മലയാളം മീഡിയം 1 തൊട്ട് 4 വരെയുള്ള ക്ലാസ്. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ മലയാള പാഠപുസ്തകത്തിൽ ഒരു കഥയുണ്ട്, അത്യാഗ്രഹിയും അസൂയക്കാരനും. ഒരു അത്യാഗ്രഹിയും ഒരു അസൂയക്കാരനും തപസ് ചെയ്യാൻ ആരംഭിച്ചു. തപസ് നീണ്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും വരം ആവശ്യപ്പെടുന്നു. അപ്പൊ ദൈവം സർവജ്ഞാനിയാണല്ലോ. അദ്ദേഹം പറയുന്നു, ദൈവത്തിന് മനസ്സിലായി, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി. ഒരാള് അത്യാഗ്രഹിയും മറ്റൊരാള് അസൂയക്കാരനുമാണ്. അപ്പോൾ ദൈവം പ്രകാരം പറഞ്ഞു, വരം തരാം. ആദ്യത്തെ ആള് ആവശ്യപ്പെടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും അടുത്തയാൾക്ക് ലഭിക്കുക. ഒരു വ്യവസ്ഥ ദൈവം വെച്ചതാണ്. ആദ്യത്തെ ആള് ആവശ്യപ്പെടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും അടുത്തയാൾക്ക് ലഭിക്കുക. അപ്പോഴത്തേക്ക് അത്യാഗ്രഹിയായ ആള് ചിന്തിച്ചു, ഞാൻ ആദ്യമേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടി കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അനങ്ങാതിരിക്കാം, മറ്റേ ആൾ ആദ്യം ചോദിക്കട്ടെ എന്ന് കരുതി. അപ്പൊ അസൂയക്കാരനായ ആള് വിചാരിച്ചു, ഞാന് ആദ്യമേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അടുത്തയാൾക്ക് ലഭിക്കും, അപ്പോൾ എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അടുത്തയാൾക്ക് ലഭിക്കും. അത് അസൂയക്കാരന് സഹിക്കാവുന്ന ഇതിലപ്പുറമായിരുന്നു. അപ്പോൾ എന്താണ് ഇതിനൊരു പോംവഴി എന്നതിനെപ്പറ്റി രണ്ടുപേരും ചിന്തിച്ചു. ദൈവം അപ്രത്യക്ഷമാകുന്നതിന് മുന്നേ വരം ചോദിക്കണം. അപ്പോൾ അസൂയക്കാരൻ വീണ്ടും ആലോചിക്കുകയാണ്, ഞാൻ ആദ്യം ചോദിക്കാം, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അടുത്തയാൾക്ക് ലഭിക്കും. അങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സ് അസൂയക്കാരനില്ലായിരുന്നു. പക്ഷെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഈ തപസ് ചെയ്തതെല്ലാം വിഫലമാകും. അവസാനം അസൂയക്കാരൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ തന്നെ ആദ്യം ചോദിക്കാം. ദൈവമേ, എൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോകണമേ.